ഹായ് എവരിവൺ. അപ്പോൾ നമുക്കിന്ന് ഒരു അൽഫാം ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളത്തിലേക്ക് സുറുക്കയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് അതിലേക്ക് ചിക്കൻ നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ട് അത് നന്നായിട്ട് മുക്കി വയ്ക്കുക. ഒരു 1 ഹവറെങ്കിലും മുക്കി വയ്ക്കുക. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് മസാലയിലേക്കുള്ളത് നോക്കാം. ഇത് ആവുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. വലിയ ജീരകം, ചെറിയ ജീരകം, ഉണക്കമുളക് ഇതൊക്കെ ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത ശേഷം പിന്നെ മല്ലിയില, പിന്നെ അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കുരുമുളക് പൊടി, അങ്ങനെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് തൈര് കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ചെടുത്ത മിക്സ് നമ്മൾ നേരത്തെ വരഞ്ഞ് 1 മണിക്കൂറായിട്ട് സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലാ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പുളി നാരങ്ങ അല്ലെങ്കിൽ കുറച്ച് സുർക്ക രണ്ടിലേതെങ്കിലും ഒന്ന് എടുത്ത് ആഡ് ചെയ്തിട്ട് അതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2 ഹവേഴ്സ് പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 2 ഹവേഴ്സൊക്കെ, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ വെക്കണം. അപ്പോൾ മസാല പിടിച്ച് നന്നായിട്ട് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഞാനിത് ചെയ്യുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് നേരം കനലിൽ ഇങ്ങനെ വെച്ച് ഒരുപാട് നേരം വേവിക്കുന്നതിനേക്കാളും ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ആവിയിൽ വെച്ച് വേവിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ, കറക്റ്റ് ഒരു വിസിലായതും ഓഫാക്കുക. പെട്ടെന്ന് തന്നെ കുക്കറിൻ്റെ ടോപ്പ് തുറക്കും വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിരുന്ന് നന്നായിട്ട് വെന്ത് പോകും. കുക്കറിൻ്റെ ടോപ്പ് തുറക്കുമ്പോൾ വിസിൽ മുഴുവനായിട്ട് പോയെന്ന് ഉറപ്പ് വരുത്തുക. അടുപ്പ് അതുപോലെ പുറത്ത് സെറ്റ് ചെയ്യാൻ സൗകര്യമില്ലാത്ത ഒരു ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുക്കറിൽ ഒരു 3 വിസിലടിച്ചിട്ട് പിന്നെ ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്പെഷ്യൽ സോസ് ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്യാം. റൈസ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പച്ചമുട്ട കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കെപ്പോഴാണ് കഴിക്കാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ഈ മയണൈസാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി എടുക്കുന്നുണ്ട്. 3 മുട്ടയുടെ വെള്ള മാത്രം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 2 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ലേശം കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്യണം. ഇതൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരയണം. അതുവരെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഈ അരച്ച് വെച്ചതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും. 4 മുട്ടയൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക, കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് മോഡിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. നിർത്തിയിട്ട് അരയ്ക്കുക. പാകത്തിന് തിക്കായി, നമുക്ക് വേണ്ടത്ര തിക്കായി കഴിഞ്ഞാൽ നമുക്കത് നിർത്താം. പിന്നെ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് തുറന്ന് വയ്ക്കുക, മൂടി തുറന്ന് വയ്ക്കുക. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഗ്രേവി നമുക്ക് മാറ്റി വയ്ക്കണം, അതൊന്ന് വേവിക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്കൊരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാശ്മീരി ചില്ലിയിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് വേകാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് സോസാണ്, ടൊമാറ്റോ കെച്ചപ്പ് ഇല്ല, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലേശം ഉപ്പ്, അതുപോലെ തന്നെ ലേശം സുർക്ക, വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് സ്റ്റവ് ഓണാക്കിയ ഉടനെ തന്നെ നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് നന്നായിട്ട് പൊടിച്ചത് അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുന്ന സമയത്തേക്ക് അതിൽ ഒരു ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യുക. ഷുഗർ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ അതിലിരുന്ന് കഴിഞ്ഞാൽ കട്ടയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള ഇത്തെ ഗ്രേവി അത് ഫുള്ളിങ്ങനെ പോവും. അപ്പോൾ അത് പിന്നെ നമുക്കതിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ചട്ടിയിൽ തന്നെ ഞാനൊന്ന് അതിനെ കുറുക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിക്കായിട്ട് വരും. ഇതാകുമ്പോൾ മസാല വേകുകയും ചെയ്യും, ചെറുതായിട്ടൊരു കട്ടിയായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്കിത് മസാല ചെയ്യുന്ന സമയത്തേക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കനലൊക്കെ ഇട്ട് നന്നായിട്ട് കത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട്. പുറത്താണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രില്ലിലേക്ക് ചിക്കനൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ, പിന്നെ അതുപോലെ 2 സോസ്, നമ്മൾ ഉണ്ടാക്കി വെച്ച 2 ആ മിക്സും കൂടി മസാലയും കൂടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ ഗ്രേവി ആക്കിയതും വേവിച്ച് കൊടുക്കുക. പിന്നെ വേകാറാവുന്ന സമയത്ത് അതിൻ്റെ സ്പെഷ്യൽ സോസ് കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതും ഇടയ്ക്ക് ഇത് ഫോർക്ക് കൊണ്ടോ കപ്പടക്കോലുകൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കുകയും വേണം, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പൊറാട്ടൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് കൂടി ചെയ്യണേ. ഇങ്ങനെ കനലിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, അല്ലാത്തവർ കുക്കറിലും ട്രൈ ചെയ്ത് നോക്കണേ. അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലും ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് സപ്പോർട്ട് മീ.